നമുക്ക് വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 65-ാം സങ്കീർത്തനം പല പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഈ വായിച്ച നല്ല വചനത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന്, സ്തോത്രം. പാർക്കുക എന്ന് പറഞ്ഞാൽ വന്നും പോയി നിൽക്കുന്നൊരു അനുഭവമല്ല, സ്ഥിരമായി താമസിക്കുന്നതിനാണ് പാർക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. 1-2 മാസത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ നമ്മൾ ഒരു വീടെടുക്കുന്നതിന് റെൻ്റ് എന്ന് പറയും. സ്തോത്രം. റെൻറ്റിനാണ് നമ്മൾ എടുക്കുന്നത്. സ്തോത്രം. എന്നാൽ പാർപ്പിടമെന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇതെൻ്റെ പാർപ്പിടമാണെന്ന് പറഞ്ഞാൽ ആമേൻ, ഞാനവിടെ സ്ഥിരമായി വസിക്കുന്ന ആ സ്ഥലമാണ് പാർപ്പിടം എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ എന്തിനാണ് ഇസ്രായേൽ ജനം പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനായിരുന്നു പ്രാകാരത്തിൽ പോയത്? ഒരാൾ ഓർക്കെ പറ, എല്ലാവരും കേൾക്കുക. എന്തിനാ പ്രാകാരത്തിൽ പോകുന്നത്? ആരാധന, യാഗം. പഴയ നിയമത്തിലെ ആരാധനയായിരുന്നു യാഗം. അതുകൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും പ്രാകാരത്തിൽ ചെല്ലണമായിരുന്നു. പാവപ്പെട്ടവൻ പ്രാവിനെയും കൊണ്ട് ചെല്ലണം. അതിനേക്കാളും കുറച്ചും കൂടെ സാമ്പത്തികമുള്ളവൻ ആട്ടിൻകുട്ടിയെ കൊണ്ട് ചെല്ലണം. അതിനേക്കാളും കുറച്ചും കൂടെ സാമ്പത്തികമുള്ളവൻ നല്ല കാളയെ കൊണ്ട് ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം മസ്റ്റായിരുന്നു യാഗം, എല്ലാവരും കഴിക്കേണ്ടതായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാകാരത്തിൽ ചെന്ന് പോരുന്നൊരു അനുഭവമല്ല, എനിക്ക് പ്രാകാരത്തിൽ പാർക്കണം എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള എൻ്റെ ആരാധന ബന്ധത്തെ അത് കാണിക്കുന്നത്. സ്തോത്രം. എപ്പോഴും ദൈവത്തെ ആരാധിക്കേണ്ടതിന് തൻ്റെ പ്രാകാരത്തിലേക്ക് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. എല്ലാവർക്കും ഇല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് വന്നും പോയും ആരാധിക്കുന്നവരാണ് ഇപ്പോൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പോയാൽ പിന്നെ അടുത്ത ഞായറാഴ്ച എവിടെ വരുള്ളൂ. സ്തോത്രം. എന്നാൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നവരെ ദൈവം തമ്പുരാൻ ഒരു ദിവസം എന്ത് ചെയ്യും? എന്നേക്കും തൻ്റെ കൂടെ പാർത്ത് തന്നെ ആരാധിക്കേണ്ടതിന് ഇവിടുന്ന് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതാണ് കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിത്യ യുഗം നമ്മൾ ദൈവത്തോട് കൂടെ ദൈവസന്നിധിയിൽ പാർത്ത് നമ്മുടെ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു നിമിഷം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് തന്നോട് കൂടെ ജനം എപ്പോഴും ആയിരിക്കണമെന്നാണ്. സ്തോത്രം. തന്നോട് കൂടെ, വളരെ ദൂരെ അകലം വിട്ടുള്ള ഒരു ആരാധനയോ ഒരു ജീവിതമല്ല, തൻ്റെ കൂടെ വസിക്കണം. അതുകൊണ്ടാണ് തൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഈ ആരാധനയിലേക്ക് ദൈവാത്മാവ് നമ്മെ അടുപ്പിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിശാചിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ആരാധന മുഴുവൻ എനിക്ക് വേണം എന്നാഗ്രഹിക്കുന്നവനാണ് പിശാച്. അതുകൊണ്ടാണ് ദൈവപുത്രന്റെ അടുക്കൽ ഒരിക്കൽ പിശാച് എന്നിട്ട് പറഞ്ഞു, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ എന്ത് ചെയ്യണം? വന്നു പോകുകയല്ല, പാർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദൈവം അടുപ്പിക്കുകയാ. സ്തോത്രം.
അടുക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. സ്തോത്രം. ഈ തോണിയൊക്കെ തുഴയുന്നവർക്കറിയാം, എല്ലാവർക്കും വേണമെങ്കിൽ തോണി ഇങ്ങനെ തുഴഞ്ഞ് മുമ്പോട്ട് പോകാം. പക്ഷെ അത് കരയ്ക്ക് അടുപ്പിക്കാനോ ഇച്ചിരി പ്രയാസമാണ്. സ്തോത്രം. സാധാരണ തുഴയുന്ന പോലെ തുഴഞ്ഞാൽ പോരാ, തോണി കരയ്ക്ക് അടുപ്പിക്കണമെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ തുഴയിട്ടവർക്ക് ഇക്ഷയൊക്കെ വരയ്ക്കുന്നത് കാണാം. സ്തോത്രം. എങ്കിൽ മാത്രമേ അത് കരയിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്തു വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ദൈവത്തോട് അടുത്തു വരാൻ ദൈവം തമ്പുരാൻ ഇന്നു പകൽക്കാലവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നീ ഒന്നും കൂടെ എൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് എന്നോട് നീ അടുത്തു വരണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജനവും നിന്റെ അടുക്കലേക്ക് വരുന്നു. നിനക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു ഭാരമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതിന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ആ ദൈവത്തെ എന്ത് ചെയ്യണം, ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ആ ദൈവത്തിന് ആരാധന അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 84 സങ്കീർത്തനം എടുത്ത്. പ്രൈസ് ദി ലോർഡ്. 84 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. വസിക്കുന്നവർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയാണ് പ്രാകാരത്തിലേക്ക് തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ എപ്പോഴും നമുക്കൊരു ഉത്സാഹം, നമുക്കൊരു താല്പര്യം നമുക്കുണ്ടാകണം. സ്തോത്രം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ തന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ഉച്ചത്തിൽ വാ തുറന്ന് അന്യഭാഷ സംസാരിക്കണം. നമ്മുടെ സഭ ബ്രദർ സഭയല്ല. സ്തോത്രം. പെന്തക്കോസ്ത് അനുഭവമുള്ളവരെ കൊണ്ട് നമ്മുടെ സഭ നിറയണം. അത് അനുഭവമാക്കണം, എക്സ്പീരിയൻസ് ആകണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയ്ക്ക് വേണ്ടിയാണ് വിവിധ വിശ്വാസ മാർഗങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ ഈ സഭയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അടുത്തു വന്നവർ അവൻ്റെ പ്രാകാരത്തിൽ നിത്യം ദൈവത്തെ എന്ത് ചെയ്യണം, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിത്യം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താ നിത്യം സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ? നിരന്തരം ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നിരന്തരം ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നമ്മൾ വഴി മാറിപ്പോകും. നമ്മുടെ ആരാധനയൊക്കെ അപകരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നമുക്ക് ചുറ്റുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെ കുറിച്ച് വേദനയോടുകൂടെ ദൈവം തമ്പുരാൻ യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞ ഒരു വചനം കൊണ്ടൊന്ന് വായിക്കാം. സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ വിളിച്ചിറക്കിയ ഇസ്രായേൽ ജനം. ആമേൻ. സ്തോത്രം. ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഏതാ വായിക്കുന്നത്? യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാര് അന്വേഷിച്ചില്ല. ദൈവം പുരോഹിതന്മാരെ കൊടുത്തു. പക്ഷെ അവിടെ ശുശ്രൂഷയൊക്കെ വേറെയാ. യഹോവയെ അന്വേഷിച്ച് ദൈവശബ്ദം കേൾക്കുവാനോ ദൈവഹിതം അറിഞ്ഞ് അത് ജനത്തിന് കൊടുക്കുവാനോ പുരോഹിതന്മാർ യഹോവയെ അന്വേഷിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ന്യായപ്രമാണജ്ഞന്മാരെന്ന് പറഞ്ഞാൽ നല്ല ഉപദേഷ്ടാക്കന്മാര്, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര്, പ്രൊഫസർമാര്. അവർക്ക് നല്ല വചനത്തെക്കുറിച്ച് ജ്ഞാനമുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? വചനം അറിഞ്ഞു, പക്ഷെ എന്നെ അറിഞ്ഞില്ല. വചനം തന്നവനെ അറിഞ്ഞില്ല. സ്തോത്രം. അപ്പം പുരോഹിതന്മാരുടെ അവസ്ഥ മനസ്സിലായോ? അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ന്യായപ്രമാണജ്ഞന്മാര് അവർ ദൈവത്തെ അറിഞ്ഞില്ല. പിന്നെ ഇടയന്മാർ, ആടുകളെ മേയ്ക്കാൻ ദൈവമാക്കിയ ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. ഞാൻ ഈ സഭയിലായിരിക്കുമ്പം ആ ഒരു ലിസ്റ്റിൽ ഞാൻ പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ദൈവമക്കൾ ദൈവമായിട്ട് അനുസരിക്കണം, കേൾക്കണം, അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം. ഇടയന്മാരൊക്കെ അവിടെ കണക്ക് കൊടുക്കണം. എന്നെ കത്ത തൂക്കി എറിയും. ആലപ്പുഴയിൽ ഞാൻ നിന്നെ 2 വർഷം നിർത്തിയിട്ട് നീ എന്നെ കാണിക്കാൻ ചോദിക്കും കർത്താവിനോട്. എൻ്റെ ജനം തെറ്റിയപ്പം നീ വടിയെടുത്തോ അല്ല സോപ്പിടുമായിരുന്നോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒത്തിരി ഇടയന്മാർ ദൈവസഭയെ തല്ലിക്കൊല്ലുന്നുണ്ട്. എങ്ങനെ ഒന്ന് വന്നിരുന്ന് പോയാൽ മതി, സ്വത്രാച്ചിട്ട് പോയിക്കോ എന്ന് പറയുന്ന ഇടയന്മാരുണ്ട്. ആ ഇടയന്മാരെയൊക്കെ ദൈവം തമ്പുരാൻ പൊക്കി പിടിച്ച് ന്യായവിധി നടത്തും. സ്തോത്രം. അതുകൊണ്ട് ഈ സഭയിലുള്ള ഓരോ മക്കളെക്കുറിച്ചും ദൈവസന്നിധിയിൽ ഇടയന് കണക്ക് ബോധിപ്പിക്കണം. ഓരോ വ്യക്തികളെ കുറിച്ചും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ നിരൂപണം, സഭയോടുള്ള, ദൈവവചനത്തോടുള്ള, കർത്തൃമേശയോടുള്ള നിങ്ങളുടെ സമീപനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വന്ന് ഇതിൽ നിന്ന് മാറിയിരിക്കാം. ചോദിക്കുന്നത് എന്നോടാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന വ്യക്തി ഇന്ന് കർത്തൃമേശ എടുത്തില്ലല്ലോ, നിന്റെ ഉപദേശത്തിൽ കർക്കശമില്ലായിരുന്നോ? ദൈവഭയമില്ലായിരുന്നോ? തീഷ്ണതയില്ലായിരുന്നോ? ക്ഷമിക്കാനും സഹിക്കാനും നീ പഠിപ്പിച്ചില്ലേ എന്ന് ദൈവം എന്നോട് ചോദിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഇടയന്മാർ എന്ത് ചെയ്തില്ല? എന്നോട് അതിക്രമം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നോട് അതിക്രമം ചെയ്തു. എന്നിട്ട് പ്രവാചകന്മാർ പ്രവചിച്ചു, പക്ഷെ എൻ്റെ നാമത്തിലല്ല. അങ്ങനെയാണ് ബാലിന്റെ പ്രവാചകന്മാർ വർദ്ധിച്ചത്. എലിയാവിന്റെ കാലത്ത് 480 ബാലിന്റെ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ദൈവത്താൽ അഭിഷേകം ചെയ്ത് ദൈവഹിതത്തിന് വേണ്ടി ജനത്തിന്റെ പാപത്തെ വെളിപ്പെടുത്തിയിട്ട് അവരുടെ പാപത്തെ പരസ്യമാക്കിയിട്ട് യേശുവിന്റെ രക്തം കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിക്കാൻ, ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ ദൈവം കൊടുത്ത പ്രവാചകന്മാരെ. ഇന്ന് പ്രവാചകന്മാർ ഭൂരിഭാഗം ആൾക്കാരും മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് വിടാനാ പരിശ്രമിക്കുന്നത് മുഴുവനും. ഇവിടെ എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കാനാണ് പ്രവചന ദൂതുകൾ മുഴുവനും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുഞ്ഞെ, നിന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നും അവന്റെ പാപത്തെ കുറിച്ച് അവനെ ബോധം വരുത്തുവാനാണ് ദൈവം പ്രവാചകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവ ശബ്ദവരോട് അറിയിക്കണം എന്ന് പറഞ്ഞാൽ, നിന്റെ കുഞ്ഞിന് ഒരു വിദേശയാത്രയുണ്ടെന്നൊരു പ്രവാചകൻ പറഞ്ഞാൽ അത് തെറ്റല്ല. നിനക്കിവിടെ ഒരു ഭൗതികമായ ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അതൊക്കെ പ്രവചനത്തിനകത്തുണ്ട്. പക്ഷേ പ്രവചനത്തിൻ്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, കർത്താവിനോട് ജനത്തെ അടുപ്പിക്കുക, മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. അതാണ് ഒരു പ്രവചനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. ഹല്ലേലൂയ. എനിക്ക് ആത്മീകമായി നന്നാകാൻ പറ്റുന്നില്ല, രണ്ടുപേർ തമ്മിൽ പിണക്കമുണ്ട്, അത് ദൈവം എന്ത് ചെയ്തിട്ടോ അത് ശരിയാകുന്നില്ലോ, നമുക്കൊരു പ്രവാചകടുക്കിലേക്ക് പോകാം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. എനിക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒക്കെ ഒരു വിരക്തി പോലെ എനിക്ക് തോന്നുക. വചനം വായിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒന്ന് പ്രവാചകടുക്കിലേക്ക് ഒന്ന് പോകാം.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വഴിതെറ്റിപ്പോകുക, അകത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ വന്നെങ്കിൽ നീ സഞ്ചരിക്കുന്നതിൻ്റെ ആകാത്ത വഴിയിൽ നിന്ന് ഞാൻ നിന്നെ വേർതിരിച്ചിട്ട് എൻ്റെ ആലോചന ഞാൻ നിനക്ക് പറഞ്ഞു തരും. എൻ്റെ ആലോചന സഭയിൽ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നാ കർത്താവ് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ. ബാൽ മുഖാന്തരം പ്രവചിച്ച് പ്രയോജനമില്ലാത്തവയോട് എന്ത് ചെയ്തു? ചേർന്നു. പ്രയോജനമില്ലാത്തതിനോടാ ചേർന്ന് നടക്കുന്നത്. സ്തോത്രം. വിഗ്രഹങ്ങളുടെ പുറകെയും മധ്യസ്ഥന്മാരുടെ പുറകെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയൊക്കെ കയറിയിറങ്ങി പോകുമ്പോൾ ഓർത്തോണം, അതൊക്കെ എന്താണ്? പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മളൊക്കെ പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടന്നു. എന്നാൽ നിനക്ക് പ്രയോജനവും നിനക്ക് ഗുണവും നിനക്ക് നന്മയും നിനക്ക് അനുഗ്രഹവും വരേണ്ടതിന് പ്രയോജനമുള്ള സർവശക്തനായ ദൈവത്തോട് നിന്നെ അടുപ്പിച്ച ദൈവകൃപ അനുഭവിച്ചവർ ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. അപ്പോൾ പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതിന്റെ മൂന്നാമത്തെ എടുത്ത് അതിന്റെ തന്നെ രണ്ടാമധ്യായം 37 വാക്യം ഒന്ന് വായിക്കാം. യിരെമ്യാവ് 2 സ്തോത്രം. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവത്തോട് ചേരാതെ പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടന്നാൽ നീ തലയിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരേണ്ടി വരും. അതെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. സുഖമാണ്, ശുഭമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങ് നിത്യമായി തുടരാമെന്നൊക്കെ പറഞ്ഞ് മോഹിക്കുന്ന ഇടത്ത് നിന്ന് തലയിൽ കൈവച്ചോണ്ട് നീ എന്ത് ചെയ്യും? ഇറങ്ങി പോരേണ്ടി വരും. കാരണം അവിടേക്ക് നിന്നെ വിട്ടത് നിന്റെ ദൈവമാണ്, ആ സ്ഥാനം തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ, ആമേൻ, പ്രയോജനമില്ലാത്തതിനോട് നീ ചേർന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തലയിൽ കൈവച്ചോണ്ട് നീ ഇറങ്ങിപ്പോരേണ്ടി വരും. എന്നിട്ട് നീ ആശ്രയിച്ചവരെ യഹോവ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരെ കൊണ്ട് നിനക്ക് ഒരു ഗുണവും വരികയില്ല. പ്രയോജനമില്ലാത്തവയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ദൈവവചനം പറയുക, അവയോട് നിനക്ക് ഒരു ഗുണവും ഒരു പ്രയോജനവും വരികയില്ല. എന്നാൽ നിന്റെ ഗുണത്തിനും നിന്റെ നന്മയ്ക്കും പ്രയോജനത്തിനുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ഈ സഭായോഗത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പനും അടുത്തു വരണം, അമ്മയും അടുത്തു വരണം, പുത്രന്മാരും അടുത്തു വരണം, പുത്രിമാരും അടുത്തു വരണം ഈ ദൈവസന്നിധിയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 3-ാം അധ്യായം 22-23 വാക്യങ്ങളൊന്ന് വായിക്കാം. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. സ്തോത്രം. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലങ്ങളും എല്ലാം എന്താ? വ്യർത്ഥമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, അവിടെയും ഇവിടെയുമുള്ള
കോലാഹലങ്ങൾ കൊണ്ട് ഒരു നന്മയും നിനക്ക് ലഭിക്കത്തില്ല. നിനക്ക് എന്തെങ്കിലും നന്മ ലഭിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവവചനം പ്രമാണിച്ച് കർത്താവിനെ ഭയപ്പെട്ട് അവനെ ആരാധിപ്പാൻ നിത്യം അവൻ്റെ പ്രാകാരങ്ങളെ നീ വാഞ്ചിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ നിന്റെ സ്ഥിതികൾ മാറ്റി നിനക്ക് നന്മകൾ തന്ന് ഈ ഭൂമിയിലും വരാൻ പോകുന്ന ലോകത്തിലും എൻ്റെ ദൈവത്തിന് നിന്നെ മാനിപ്പാൻ പദ്ധതിയുണ്ടെന്ന് ഈ വചനത്തിലൂടെ ഞാൻ ദൈവമക്കളെ അറിയിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പ്രയോജനം ഇല്ലാത്തതിനെ വിട്ട് സത്യദൈവത്തോട് ചേർന്നാൽ സംഭവിക്കുന്ന രണ്ട് കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആവർത്തനം 11:22 വാക്യം. ആ ആ അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ ആ സ്തോത്രം, നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവർത്തനം 11:22. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയോട് നീ ചേർന്നിരുന്ന് അവനെ സ്നേഹിച്ച് അവൻ്റെ വചനം അനുസരിച്ച് അവനെ ആരാധിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചിലതിനെയൊക്കെ ഞാൻ നീക്കിക്കളയും. നീങ്ങാതെ നിൽക്കുന്ന ചിലതിനെ ദൈവം തമ്പുരാൻ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. നീങ്ങിപ്പോകുമത്. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിന്റെ മുമ്പിൽ നീങ്ങാതെ നിൽക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാറാതെ നിൽക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെ എൻ്റെ ദൈവം തമ്പുരാൻ നീക്കിക്കളയും. അടുത്തത്, നിന്നേക്കാൾ വലിപ്പവും സ്തോത്രം, ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാത്ത ദേശം നിങ്ങൾ കൈവശമാക്കും. ദൈവത്തോട് ചേർന്നിരുന്നാൽ നീ ചില ദേശം കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും വംശങ്ങളെ നിനക്ക് കൈവശമായും തരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ദേശത്തെ കർത്താവ് നിനക്ക് സ്വന്തമായി തരും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഒന്നുമില്ലാതെ പറഞ്ഞു, നീ തലപൊക്കി നോക്കാൻ പറഞ്ഞു. നീ തലപൊക്കി നോക്ക്. ഈ തലപൊക്കി നോക്കുമ്പോൾ നീ കാണുന്ന ദേശം കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നീ പരക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് വരെക്കാലം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചില അവകാശം എന്റെ കർത്താവ് നിനക്ക് വിഭാഗിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്നോട് ചേർന്നിരുന്നാൽ, നീ എന്നെ ആരാധിക്കാൻ, എൻ്റെ പ്രാകാരങ്ങളിൽ വസിക്കാൻ, പാർക്കാൻ നീ തീരുമാനമെടുത്താൽ ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. യോശുവയോട് ദൈവം പറഞ്ഞു, മോശയുടെ കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ വിരൽ ചൂണ്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒതുങ്ങാത്ത ഏതെങ്കിലും ശക്തികളുണ്ടോ? നിന്നെ വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ടോ? കീഴടങ്ങാത്ത ശക്തികളുണ്ടോ? നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികളുണ്ടോ? നിന്റെ അവകാശത്തിനെതിരെ വാദിക്കുന്ന ശക്തികളുണ്ടോ? ഇന്ന് പലകാലം കർത്താവ് പറയുക, അത് നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. Praise the Lord. Hallelujah. Hallelujah. Amen. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ യാത്ര
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യാത്രയാണ്. മിസ്രൈം ടു കനാൻ ദേശം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ യാത്രയാണ്. 6 ലക്ഷം ജനങ്ങളുമായി മോശ മരുഭൂമി വഴിയുമായുള്ള യാത്രയാണ്. അവരെ സ്വീകരിപ്പാൻ, ബൊക്ക് കൊടുക്കാൻ, മാലിടാൻ, കാലിടുകാൻ ആരുമില്ല. സ്തോത്രം. ആ യാത്ര പുറപ്പെടുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പെട്ടകം നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കണം. ആ പെട്ടകത്തോട് ചേർന്ന് എൻ്റെ ജനം നടക്കണം. പാളയമിറങ്ങുമ്പോൾ ആ പെട്ടകം ബേസ് ചെയ്ത് വേണം നിങ്ങൾ ഓരോരുത്തരും കുലം കുലമായി പാളയമടിക്കാൻ. സ്തോത്രം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടന്ന ഈ ജനം മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ജനത്തിന് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, നാട്ടുകാർക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കൂട്ടം ജനം, രാജാവില്ല, അകമ്പടികളില്ല, യുദ്ധസന്നദ്ധരല്ല അവര്. ആയുധ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടില്ല. പറയാനുള്ള പാരമ്പര്യം എന്താ? അടിമ എന്നുള്ള ഒറ്റ പാരമ്പര്യം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവരുടെ എല്ലാവരുടെയും കരങ്ങളിൽ ധാരാളം പൊന്നും സ്വർണവും വെള്ളിയും ഉണ്ട്. സ്തോത്രം. വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെ വലിയ ഒരു നിക്ഷേപം ഇവരുടെ കരങ്ങളിലുണ്ട്. പക്ഷേ ഈ ജനത്തെ ഭയമില്ലാതെ നടത്തിയത് സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ആ യാത്രയുടെയും പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. അങ്ങനെ ആമേൻ. ആ യാത്രയിൽ സംഭവിച്ച ഒരു കാര്യം കൂടി ഒന്ന് വായിക്കാം. സ്തോത്രം. 68-ാം സങ്കീർത്തനത്തിനകത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 68-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തോട് ചേർന്നിരുന്ന, ജനത്തോട് കൂടെ മരുഭൂമിയിൽ നടകൊണ്ടപ്പോൾ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ നടക്കുന്ന അതേ സ്ഥലത്തൂടെ നമ്മുടെ ദൈവം നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നടന്നപ്പോൾ സംഭവിച്ചത് എന്നറിയാവോ? ഭൂമി കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഭൂമി കുലുങ്ങി. അവർ ദൈവത്തെ കണ്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി ജനം കണ്ടു. ദേശം കണ്ടു, ലോകരാജ്യങ്ങൾ കണ്ടു, ഇസ്രായേൽ മക്കൾ കണ്ടു. എൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ പ്രവൃത്തി. അവർ ദൈവത്തെ കണ്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. ഭൂമി കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അനങ്ങാതെ ഇരിക്കുന്ന, കുലുങ്ങാതെ ഇരിക്കുന്ന, മാറത്തിൽ എന്ന് പറയുന്ന ചില വിഷയങ്ങൾ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് കുലുങ്ങാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് അതിനൊരു സ്ഥാനമാറ്റം സംഭവിക്കാൻ പോകുകയോ, അതിനൊരു ചലനം കർത്താവ് ചെയ്യാൻ പോകുകയോ. യേശുവിന്റെ നാമത്തിൽ ജയം. ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഹല്ലേലൂയ. തന്റെ ജനത്തിന് വേണ്ടി ദൈവം പൊഴിച്ചു കൊടുത്തു. ആകാശത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തത് ശക്തന്മാരുടെ ഭോജനമാ.
മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത ഇടത്ത് പ്രൈസലോ ദൈവം തമ്പുരാൻ ആകാശത്തിൽ നിന്നാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി പൊഴിച്ചു കൊടുത്തത്. പ്രൈസലോ പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടന്നപ്പം ലഭിക്കാത്തത്, ഹല്ലേലൂയ, അവിടെ ലഭിക്കാത്ത സന്തോഷം, അവിടെ നീ കാണാത്തത്, പ്രയോജനമുള്ള നിന്റെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടിയും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും കർത്താവ് തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആകാശത്ത് നിന്ന് മന്ന വീഴുമെന്ന്. അപ്പന്മാര് പറഞ്ഞു കേട്ടിട്ടില്ല. അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിന് കൊടുത്തിട്ടില്ല, ഇസഹാക്കിന് കൊടുത്തിട്ടില്ല, യാക്കോബിന് കൊടുത്തില്ല. പക്ഷെ തൻ്റെ കൊച്ചു മക്കൾക്ക്, ഹല്ലേലൂയ, ആകാശത്തിന് ദൈവം തമ്പുരാൻ ചെയ്തു, പൊഴിച്ചു കൊടുത്തു. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വെളിപ്പെടാത്ത ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ട് നിന്നെ ഈ മരുഭൂമിയിൽ ജയത്തോടെ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലം പൊഴിയേണ്ടത് പൊഴിക്കാൻ എൻ്റെ ദൈവത്തിന് അധികാരമുണ്ട്. ആരാധിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ബന്ധപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ ആരാധനയിൽ ഒരു അനുഗ്രഹമുണ്ട് കേട്ടോ, അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിനൊക്കെ മുമ്പിൽ നിന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാ. ആ അപ്പൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് വേണം. അബ്രഹാം കൂടാരത്തിൽ പാർക്കുമ്പോൾ അവന് ദൈവത്തോടുള്ള വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പം വഴിയെ പോകുന്നവരെ തൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? അടുപ്പിക്കുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വഴിയെ പോയ 3 പേരെ തൻ്റെ കൂടാരത്തിലേക്ക് അടുപ്പിക്കുന്നു. വാ, നിങ്ങളുടെ കാല് കഴുകാം, അല്പം വിശപ്പടക്കിയിട്ട് പോകാം. ഇതൊക്കെ ദൈവമായുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദൈവമായുള്ള അടുപ്പം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നാട്ടുകാരായിട്ടൊക്കെ നല്ല അടുപ്പമാണ്, നമ്മുടെ അയൽവാസികളായിട്ടൊക്കെ നല്ല അടുപ്പമാണ്, നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല അടുപ്പമാണ്. പൈസലോ ആരെ എല്ലാവരും എന്ത് ചെയ്യും? അംഗീകരിക്കും. പൈസലോ ദൈവത്തെ ആരാധിക്കാൻ തിടുക്കം കൂട്ടുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവദൂതന്മാർ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദൂതന്മാർ വന്നത് ഈ കാളയിറച്ചിയും അപ്പവും ഒന്നും തിന്നാനല്ല വന്നത്. ദൈവദൂതന്മാർ വന്നത് സാറായുടെ ഒരു വിടുതലിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം എത്രമാത്രം നമുക്ക് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടറിയാവോ? ചിലതെല്ലാം പൊഴിച്ചു തരാൻ. നിന്റെ മീതെ ഇന്നും ആകാശമുണ്ടല്ലേ? നിന്റെ തലയ്ക്ക് മീതെ ഇന്നും ആകാശമുണ്ട്. നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മറുപടി അവിടെ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ആമേൻ. നിനക്ക് വേണ്ടി പൊഴിച്ചു തരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. നീ ബുദ്ധിമുട്ടുന്ന വിഷയം, നീ ഞെരുങ്ങുന്ന വിഷയം, നീ ഭാരപ്പെടുന്ന വിഷയം, നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ നിത്യതയുടെ വിഷയം പൊഴിച്ചു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനോ. ആ വഴി അടയപ്പെട്ടു മോനെ എന്ന് ദൈവം ആരോട് പറഞ്ഞിട്ടില്ല. അത് അന്ന് തുറന്നതാ, ഇനി അത് തുറക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ഇന്നും ഈ ആകാശമുണ്ടെങ്കിൽ, ആകാശത്തിന് കീഴെ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി നീ അറിയാത്ത രീതിയിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. ചേർന്ന് നടക്കുക ദൈവത്തോട്.
ആ ദൈവത്തോട് ചേർന്ന് നടക്ക്. അവൻ്റെ ആ പ്രാകാരങ്ങളിൽ അമേ പാർക്കാൻ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്നത്തെ സഭായോഗത്തിലും ദൈവം തമ്പുരാൻ നിത്യമായ ആലയത്തിൽ ആമേ യുഗായുഗം ദൈവത്തോട് കൂടെ വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ പാർക്കാൻ ചിലരെ കർത്താവ് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാ. അതിലേക്ക് കർത്താവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് നീ പൊഴിഞ്ഞു പോകരുത്, അതിൽ നിന്ന് നീ മാറിപ്പോകരുത്, അത് നഷ്ടമായി മാറരുത്. ദൈവ പ്രവർത്തിക്ക് വേണ്ടി സമർപ്പിക്കുക. എന്റെ യേശുവിന്റെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിച്ചിരിക്കുക. പ്രയോജനമില്ലാത്തതിനോട് ചേർന്ന് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ സൃഷ്ടാവിൻ്റെ ശബ്ദം ഇന്ന് പലകാലം നീ കേട്ടിരിക്കുകയാ. നിന്നെ അറിയുന്നവൻ്റെ ശബ്ദം നീ ഇന്ന് പലകാലം കേട്ടിരിക്കുകയാ. നിന്നെ ഉയർത്താൻ പദ്ധതിയുള്ളവൻ്റെ അമേ നിന്നെക്കുറിച്ച് പ്ലാനുകളും സ്വപ്നങ്ങളും ഉള്ളവൻ്റെ നിന്റെ ആരംഭവും അവസാനവും അറിയുന്നവൻ്റെ ശബ്ദം കേട്ടിരിക്കുകയാ. നീ അവനോട് ചേർന്നിരിക്കുക. ഏത് പ്രതിസന്ധിയാണെങ്കിലും ചാരത്തിനകത്ത് വെണ്ണീറിനകത്തിരിക്കേണ്ട അനുഭവം ഉണ്ടെങ്കിലും നീ അവനോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാരത്തിലിരുന്ന് നീ ഉപവസിക്കുക, നീ ദൈവത്തെ ആരാധിക്കുക. എൻ്റെ ദൈവം തമ്പുരാൻ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികളെ മാറ്റിയിട്ട് ഹല്ലേലൂയ നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ ദൈവം എവിടെയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് നിന്റെ ദൈവത്തെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ വെളിപ്പെട്ട് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ ജനത്തെ ഈ വചനം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ മക്കളുടെ നന്മകളുടെ മേൽ, അങ്ങയുടെ മക്കളുടെ അഭിവൃദ്ധിയുടെ മേൽ കർത്താവെ, കുടുംബ ജീവിതത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, ആരോഗ്യത്തിൻ്റെ മേൽ, ആത്മീക നിലവാരത്തിൻ്റെ മേൽ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയുടെ മേൽ ഏതെങ്കിലും ദുഷ്ടന്റെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അധിനിവേശം നടക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങിയെങ്കിൽ, ആകാശം പൊഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി ദൈവമക്കളുടെ ഇടയിൽ വെളിപ്പെട്ട് അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. വചനത്താൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.